അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4ാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ള് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഖുർആനിൽ റീഡ് ചെയ്യാനായിട്ട് വരുന്നത് നടത്തിയ ഓത്തിന് 5 മാർക്ക്, അതിൻ്റെ ശൈലി 3 മാർക്ക്, നിയമം നിങ്ങൾ പഠിച്ച പാഠഭാഗത്ത് നിന്നുള്ള നിയമങ്ങൾ അവ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ റീഡ് ചെയ്യുന്നതെങ്കിൽ അതിന് 8 മാർക്ക്. അതുപോലെ തുടക്കം ഒടുക്കം, അതായത് നിങ്ങൾ ഖുർആൻ ഓതുന്നതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ്, അതിന് 4 മാർക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ ഖുർആൻ ഓത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക. സൂറത്തുൻ നംലിൽ 5, 6, 7 ആയത്തുകൾ നോക്കി ഓതുക. അവിടെ 5, 6, 7 ആയത്തുകൾ സൂറത്തുൻ നംലിൽ നിന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഓതാൻ വേണ്ടിയിട്ടാണ് ഖുർആനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യന്. ഇനി ഹിഫ്ളിലാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലദി അല്ലമ ബിൽ ഖലം. സൂറത്തുൽ അലഖിൽ അല്ലദി അല്ലമ ബിൽ ഖലം എന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് അർആഹു ഇസ്തഗ്ന വരെയുള്ള ആയത്തുകൾ, അതിന് 4 മാർക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സനുഖ്രിഉക ഫലാ തൻസ, അത് തൊട്ടിട്ട് ഫദക്കിർ ഇന്ന ഫഅത്തി ദിക്റ, സൂറത്തുൽ അഅ്ലായിൽ നിന്നുള്ള ആയത്തുകൾ. മൂന്നാമത്തത് വലാ യഹ്ളു അലാ തുആമിൽ ഡാഷ് അൻ സ്വലാത്തിഹിം സാഹൂൻ, ചെറിയ സൂറത്താണ്, സൂറത്തുൽ മാഊനിൽ നിന്നുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് റബ്ബി ഗഫിർലി വർഹംനി ഡാഷ് വ ആഫിനി, നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റാണ്. ഇത്രയാണ് നമുക്ക് ഹിഫ്ലിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. തദ്രീബു തിലാവ ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിഅൻ യസ്തളിഫു ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഈ ആയത്തിലെ നിയമങ്ങൾ കുട്ടികളോട് ചോദിക്കാനാണ് പറയുന്നത്. ഇതിൽ ഏതെല്ലാം നിയമങ്ങൾ വരുന്നുണ്ട്? ഒന്നാമത്തത് ഷിഅൻ യസ്തളിഫു, ഇവിടെ ഏത് നിയമമാണ് വന്നിട്ടുള്ളത്? ത്വായിഫത്തൻ മിൻഹും, അതുപോലെ അബ്നാഅഹും വയസ്തഹ്യി. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠഭാഗത്ത് വന്നിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ. തൻവീൻ ഫത്തഹ് വന്നിട്ടുണ്ട് ഫസ്റ്റത്തേതിൽ, അതിനുശേഷം ലെറ്റർ യാ ആണ് വന്നിട്ടുള്ളത്, അവിടെ എന്താണ് ചെയ്യുക. സെക്കൻഡിലും അതുപോലെ തൻവീൻ ഫത്തഹ് വന്നിട്ടുണ്ട് ത്വായിഫത്തൻ എന്ന് പറഞ്ഞ അവിടെ. അതിനുശേഷം ഷദ്ദുള്ള മീമാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തേതിൽ അബ്നാഅഹും വ, അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന നിയമം. ഇത്രയാണ് നമ്മുടെ ഖുർആനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഇൻഷാ അല്ലാഹ്.